ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ട് വളരെ ടേസ്റ്റിയായും ഈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇത് ചിക്കൻ കാഫ്രയിൽ നിന്നാണ് പേര്. ഇത് ഗോവ ഡിഷാണ്. ഗോവക്കാരുടെ ഒരു മെയിൻ ചിക്കൻ വിഭവമാണിത്. എന്നാലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. നമ്മളതിന് വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 4-5 കഷ്ണം കറുകപ്പട്ട, 2 ഏലക്ക, 6 ഗ്രാമ്പു ഇതിട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ, നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. ഇപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു കുടം വെളുത്തുള്ളി, ഒരു 10-15 അല്ലി വെളുത്തുള്ളിയുണ്ട്, 2 കഷ്ണം ഇഞ്ചിയുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. 5 പച്ചമുളകിന് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ 5 എണ്ണം ചേർത്തത്. എരിവ് കുറവാണെങ്കിൽ ഒരു 7 എണ്ണമൊക്കെ ചേർക്കാം കേട്ടോ. കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പുതിനയില ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മല്ലിയില വേണം. മല്ലിയിലയാണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവർ. 1/2 കപ്പ് മല്ലിയില കഴുകി വൃത്തിയാക്കിയതാണ്, ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയ ഉള്ളിയുടെ തണ്ടാണ്, നമ്മുടെ കൊച്ചുള്ളി. ഞാൻ ഇവിടെ കുറച്ച് ഉള്ളി ഇങ്ങനെ കിളിച്ച് കിടന്നപ്പോൾ അതെടുത്തിട്ടിങ്ങനെ കിളിപ്പിച്ചതാണ്. അതിൻ്റെ തണ്ടുകൂടെ ചേർത്ത് കൊടുക്കുക. അത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഉള്ളിയുടെ തണ്ടുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നാരങ്ങയുടെ പകുതിയാണ് കേട്ടോ നീര്, അതുകൂടെ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 കിലോയുടെ ചിക്കനാണ് എടുത്തേക്കുന്നത്. മീഡിയം സൈസ് ചിക്കനാണ്. വിനാഗിരി ഉപ്പുമൊക്കെ ഒഴിച്ച് കഴുകി വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം എടുത്തു വെച്ചതാണ്. ഇനി നമ്മൾ അരച്ച് വെച്ച ആ മസാല കൂട്ടുണ്ടല്ലോ, അതിൽ നിന്നൊരു 3/4 ഭാഗം ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. 1/3. 1/4 ഭാഗം നമുക്ക് മാറ്റി വയ്ക്കണം. അപ്പം നമ്മുടെ ചിക്കനകത്ത് ഈ മസാലയൊക്കെ നമ്മുടെ കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം നമ്മുടെ ചിക്കനകത്ത് മസാലയൊക്കെ നല്ലോണം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്കൊരു പാൻ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി 3 പൊട്ടറ്റോയാണ് ഞാൻ തൊലിയോടുകൂടി കഴുകി വൃത്തിയാക്കി വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഈ ചിക്കൻ കാഫ്രീലിന് മെയിൻ സൈഡ് ഡിഷായിട്ട് പൊട്ടറ്റോ ഫ്രൈ ആണ്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും വേണ്ട, ഈ ഒരു ഓയിലിൽ തന്നെയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മുടെ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. നമുക്കിത് 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പൊട്ടറ്റോയുടെ മുകളിൽ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ വിതറി കൊടുക്കാം. ഇപ്പോൾ പൊട്ടറ്റോ ഒക്കെ ഒരു സൈഡൊക്കെ ഒന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും മസാലകളൊക്കെ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് ഒരുപാട് മസാലയൊക്കെ ചേർത്തല്ലേ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ ആദ്യം ഇട്ട പൊട്ടറ്റോ ഒക്കെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള പൊട്ടറ്റോയും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പൊട്ടറ്റോ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എണ്ണയിലോട്ട് തന്നെയാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്.
ഇപ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ പീസസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു പകുതി വീതം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹാഫ് കുക്കായാൽ മതി കേട്ടോ, ഒരുപാട് ഫ്രൈ ആവണ്ട. നമ്മളിത് പിന്നെ ഗ്രേവിക്കകത്തൊന്നുകൂടെ ചിക്കൻ വേവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടൊരു പകുതി കുക്കായാൽ മതി. ചിക്കന് നമുക്ക് 2 പ്രാവശ്യമായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു സൈഡൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഈ ചിക്കൻ പീസസൊക്കെ എടുത്ത് മാറ്റാം. അതിന് ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി ഇനി ഈ എണ്ണയ്ക്കകത്തോട്ടാണ് ഇനി നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത, വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. നമുക്ക് ഈ ഓയിലിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സവാളയെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗ്രേവി ഉണ്ടല്ലോ, അത് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പുളിക്ക് വേറെ തക്കാളി അങ്ങനെയൊന്നും ചേർത്തില്ലല്ലോ. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ഗ്രേവി എല്ലാമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. അടച്ച് വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഈ നമ്മുടെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കാർ ഫ്രീൽ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇച്ചിരി കൂടെ വെള്ളം പറ്റാനുണ്ട്. ഗ്രേവി ഒന്നുകൂടെ ഇതാകണം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കാരണം അടിഭാഗത്തൊക്കെ ഉള്ളതൊന്ന് ബ്രൗൺ കളറായിട്ടുണ്ട് ആ മസാലയൊക്കെ. അപ്പം മുകൾ ഭാഗത്തുള്ളത് ആ ഒരു ചെറിയ പച്ച കളറിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പം നമ്മുടെ ചിക്കനും മസാലയും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വറ്റി ചിക്കനകത്ത് ആ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പുകയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ച് വയ്ക്കുകയാണത്. അപ്പോൾ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. ചിക്കൻ്റെ പീസസ് എല്ലാം വെച്ച് സൈഡിൽ നമ്മൾ ആ
പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം സൈഡിൽ വെച്ചിട്ട് നടുക്ക് കുറച്ച് ഉള്ളിയുടെ തണ്ട് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും കൂടെ വെച്ച് കൊടുക്കാം. ഒരു മല്ലിയില ഒരു കഷ്ണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ കാഫ്രിയിൽ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉള്ളി വട്ടത്തെ കട്ട് ചെയ്തും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ്. എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്, ഒരു വെറൈറ്റിയാണ്. അപ്പോൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ ഇഷ്ടപ്പെടും എല്ലാവർക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.